2019 ശബരിമല സന്നിധാനത്ത് നടന്നത് സ്വർണ്ണക്കടത്താണെന്ന് തെളിയിക്കാവുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്റെ ക്യാമറയിൽ ചിത്രീകരിച്ച് സ്വന്തം ആർക്കൈവ്സിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കാണുക. ഈ കണ്ടത് 2019 മാർച്ച് 11 സന്നിധാനത്ത് നടന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഇപ്പോൾ നടപടി നേരിട്ട ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിനെയും കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ ചെയ്ത സ്വർണ്ണവാതിലിന്റെ സമർപ്പണ ചടങ്ങായിരുന്നു അത്. ആ സ്വർണ്ണവാതിൽ ശ്രീകോവിലിന് മുന്നിലേക്ക് വരുമ്പോൾ രണ്ട് ദൃശ്യങ്ങൾ കൂടി കാണാം. അത് ദ്വാരപാലക ശില്പങ്ങളാണ്. ആ ശില്പങ്ങളിലുള്ള കവചങ്ങൾ ശ്രദ്ധിക്കുക. അത് 1998 വിജയ് മല്യ സ്വർണം പതിപ്പിച്ച അതേ തങ്ക കവചങ്ങളാണ്. അതിന് തൊട്ടു മുന്നിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും നിൽക്കുന്നത്. ഇത് 2019 മാർച്ചിലെ ദൃശ്യങ്ങളാണ്. ജൂലൈയിലാണ് ഈ കവചങ്ങൾ ചെമ്പാണെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അഴിച്ചു നൽകുന്നത്. ഇന്ന് മുരാരി ബാബു മാധ്യമങ്ങളോട് പറഞ്ഞതും അത് സ്വർണം തേഞ്ഞ് ചെമ്പ് തെളിഞ്ഞതുകൊണ്ടാണ് എടുത്തു കൊടുത്തതെന്നാണ്. പക്ഷേ ഈ ദൃശ്യങ്ങളിൽ എവിടെയും ചെമ്പ് തെളിഞ്ഞിട്ടില്ല. തങ്കപ്രഭയോടെ നിൽക്കുന്ന കവചങ്ങളാണ്. അത് 2 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ എങ്ങനെയാണ് ചെമ്പ് തെളിയുക എന്ന അത്ഭുതമാണ് ഇനി വിവരിക്കേണ്ടത്. ഈ ദൃശ്യങ്ങളിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം ഉയരുന്നു. അവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണവാതിലും കട്ടിളയും എങ്ങോട്ട് പോയി? വിജയ് മല്യ കട്ടിളയിലും വാതിലിലും സ്വർണം പൂശിയിരുന്നു. അതാണ് 2019 മാറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച പുതിയ സ്വർണ്ണവാതിൽ സ്ഥാപിച്ചത്. അപ്പോൾ മുരാരി ബാബു ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ഈ വാക്കുകൾ കേൾക്കുക. വാതില് പുറത്തുനിന്ന് പണിതോണ്ട് വരുമായിരുന്നു. വാതിൽ അത് പുറത്ത് കൊണ്ടുപോകുന്നത് ഈ നമ്മളുടെ കൊടിമരമടക്കമുള്ള സാധനങ്ങൾ പ്ലേറ്റാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് പഴയ കട്ടിളയും വാതിലും പുറത്തേക്ക് കൊണ്ടുപോയി എന്നാണ്. പക്ഷേ അകത്തേക്ക് വന്നത് പുതിയതായി നിർമ്മിച്ച വാതിലും കട്ടിളയുമാണ്. അതായത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച് അതിൽ സ്വർണം പൂശിയ വാതിലാണ് വന്നത്. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു പ്രതികരണം കൂടി കേൾക്കുക. അന്നത്തെ ശില്പി നന്ദൻ്റേത്. വാതില് മരം എടുത്തത് തൃശ്ശൂരിൽ നിന്ന് ചൊവ്വൂരുള്ള ജോൺസന്റെ കടയിൽ നിന്നാണ്. പിന്നെ അത് നിർമ്മിച്ചത് ബാംഗ്ലൂർ ശ്രീരാമപുരം ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് നിർമ്മിക്കണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് അവിടെ വെച്ച് പണി ചെയ്തത്. മരത്തിൻ്റെ പണികൾ ഞാൻ സ്വർണ്ണം വാതിലേ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ മരത്തിൻ്റെ പണി ചെയ്തതിന് ശേഷം അവർ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ മുകളിൽ എംബോസ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ ചെമ്പിൻ്റെ മുകളിൽ ചെയ്ത് ഹൈദരാബാദിലാണെന്നാണ് അന്ന് പറഞ്ഞത്. ഇനിയൊരു സംശയം, വിജയ് മല്യ ഈ വാതിലിലും കട്ടിളയിലും സ്വർണം പൂശിയിരുന്നു എന്നുള്ളതാണ്. അതിന് മറുപടി സെന്തിൽനാഥിന്റെ ഈ പ്രതികരണത്തിലുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ചിത്രത്തിലേക്ക് നോക്കുകയാണെന്നെങ്കിൽ ഇൻക്ലൂഡിങ് ഗോൾഡ് ഡോർ അവിടെ ഉണ്ടായിരുന്നുള്ള ഒരു സാക്ഷ്യം അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 2019 മാർച്ച് 11 ഈ വാതിൽ സ്ഥാപിക്കുമ്പോൾ പഴയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തിരിക്കുന്നു. അതെവിടെയെന്ന് ഇപ്പോൾ ഒരാൾക്കും അറിയില്ല. അത് അജ്ഞാതമാണ്. അതിനി SIT കണ്ടുപിടിക്കണം. ഇതുകൂടാതെ മറ്റൊരു ദൃശ്യങ്ങൾ കൂടി കാണിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിൻ്റെതാണ്. 2019 മെയ് 14 മാതൃഭൂമി ന്യൂസ് ചിത്രീകരിച്ചതാണ്. അദ്ദേഹം നിൽക്കുന്നത് ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലോട് ചേർന്നാണ്. ആ ശില്പങ്ങളിൽ നമുക്ക് വ്യക്തമാണ് അതിലുള്ളത് സ്വർണ്ണ കവചങ്ങൾ തന്നെ. ഇതാണ് 1 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ചെമ്പ് കവചങ്ങളായി മാറിയത്. ആ പ്രതിഭാസം എങ്ങനെയെന്ന് A. പത്മകുമാർ ഒന്ന് വിശദീകരിക്കണം. ഇതെല്ലാം സത്യമായ തെളിവുകളാണ്. മാതൃഭൂമി ന്യൂസിൻ്റെ ആർക്കൈവ്സിൽ നിന്ന് ഇനിയും ഉണ്ടാകും തെളിവുകൾ ഒരുപാട്. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.